ജെന്റിൽമാൻ എന്നുള്ള പദത്തിന് ഒരുപാട് വിശേഷണങ്ങളും അർത്ഥങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തവൻ എന്നാണ് ഏറ്റവും നല്ല വിശേഷണം. വൺ ഹു ഡസ് നോട്ട് ഇൻഫ്ലിക്റ്റ് എനി പെയിൻ ഓൺ അതേഴ്സ്. ഞാനൊരു ഡെഫിനേഷൻ കൊടുക്കാറുണ്ട്. ഈസ് ഓൾസോ എ പേഴ്സൺ ഹു ടേക്സ് വിത്തൗട്ട് ഫൊർഗെറ്റിംഗ് ആൻഡ് ഗീവ്സ് വിത്തൗട്ട് റിമെമ്പറിങ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ റെയർവ്യൂ മിറർ ചിന്തകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് തന്നെയാണ് എൻ്റെ പ്രശ്നവും. എൻ്റെ മനസ്സ് ഒന്നും മറക്കുന്നില്ല, എല്ലാം മറക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സമയം. ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, അത് ഈ ഡെഫിനിഷനും നിങ്ങളുടെ ചിന്തയുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. നമുക്ക് ലഭിച്ചത് അനുഗ്രഹങ്ങളും നമ്മുടെ കടപ്പാടുകൾ, അതിന് കടത്തിൻ്റെ പാട്, അത് അർത്ഥം തന്നെയാണ് കടപ്പാട്. അത് മറക്കരുത്. അതുപോലെ നമ്മൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർത്തിരിക്കരുത്. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നമുക്കുണ്ടായ ദുരനുഭവങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ അതൊന്നും മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കാൻ തക്കവണ്ണം മനസ്സൊന്നും മറക്കുന്നില്ല, എല്ലാം മറക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതിൽ തന്നെ ഒരു അപകടമാണ്. മനസ്സ് മറക്കുകയില്ല എന്ന് പറയുന്നതും തെറ്റാണ്. മനസ്സിനെ മറക്കാൻ തക്കവണ്ണം മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ആ പാകപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മൾ നല്ല കാര്യങ്ങൾ വ്യാപൃതരാകുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്തെല്ലാം ദുഃഖങ്ങളും ദുരന്തങ്ങളും ദുരനുഭവങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതിൽ നിന്നെല്ലാം കരകയറി പോകുന്നില്ലേ? കരകയറി പോരാതിരുന്ന എത്രയോ പേരുണ്ട്. നമ്മുടെ കൂടെ യാത്ര തുടങ്ങിയവർ എത്രയോ പേർ നമ്മുടെ കൂടെ ഇരുന്നില്ല. നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച് പകുതി വഴിയിൽ അവർക്ക് യാത്ര മുടങ്ങേണ്ടി വന്ന എത്രയോ പേരുണ്ട്. അപ്പം നമ്മൾ ഇന്നും ഇവിടെ ഇല്ലേ? അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഐ ആം ഹിയർ, യെസ്, അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, തത്വത്തിൽ എല്ലാം ശരിയാണ്, പക്ഷെ ഞാനത് ജീവിതത്തിൽ അങ്ങനെ അതിനെ സമീപിച്ചിട്ടില്ല. അതാണ് എൻ്റെ തെറ്റെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു, യു ആർ ട്രൈ. പഴയ വേദനകൾ അതിൻ്റെ ഓർമ്മയിൽ ജീവിക്കാതെ പഴയ നന്മകളുടെ ഓർമ്മയിൽ ജീവിക്കാനും പഴയ വേദനകളെ നന്മകൾ കൊണ്ട് മൂടാനും പരിശ്രമിക്കുക. അപ്പോൾ ഓൾവേസ് ഹാവ് തിങ്സ് വിച്ച് ഹാവ് ടേക്കൺ യു ഫോർവേഡ്. റിമെമ്പർ ദോസ് തിങ്സ്. അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അതുപോലെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്നവരെ കുറിച്ചുള്ള ആ കടപ്പാടുകൾ ഓർത്തോണ്ടിരിക്കുക. 2, അപ്പോൾ വേദനിപ്പിക്കുന്നവരെ മറക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മെ കൈപിടിച്ച് കൊണ്ടുവരുന്നവരെ ഓർക്കുക എന്നുള്ളതാണ്. 3-ാമത്തെ ഞാൻ പറഞ്ഞു, മനസ്സിനുണ്ടായ വേദനകൾ മറക്കാനായിട്ടുള്ള വേറെ ഒരു നല്ല മരുന്നെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളായിരിക്കുന്നു, ഞാനിപ്പോഴെങ്കിലും എത്രയെങ്കിലും എത്തിയല്ലോ, യെസ്, ഇങ്ങനെയെങ്കിലുമൊക്കെ ഈ വണ്ടി പോന്നല്ലോ എന്നുള്ള ചിന്ത. ആ ചിന്ത കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുന്നു. ദൈവത്തോടുള്ള ഒരു നന്ദി കൂടിയാണത്. ദൈവം കൈപിടിച്ച് നടത്തിയതുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ദൈവത്തോടുള്ള നിന്ദയാണ് ഇത്രയും അനുഗ്രഹിച്ചിട്ടും പിന്നെയും പഴയ കാര്യങ്ങൾ ഓർത്ത് മനസ്സ് വേദനിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. കാരണം സന്തോഷിക്കാൻ ആഗ്രഹിച്ച് കൈപിടിച്ച് നടത്തിയ ദൈവത്തെ നമ്മൾ ഒരർത്ഥത്തിൽ വേദനിപ്പിക്കുകയാണ് വീണ്ടും പഴയ കാര്യങ്ങളോട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ. അതുകൊണ്ട് മനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാനായിട്ട് നാം പരിശ്രമിച്ചാലും നടക്കും. അങ്ങനെ നടക്കുക എന്നുള്ളത് അത് ഒരു പ്രാർത്ഥന കൂടിയാണ് തിരിച്ചറിയുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.